ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാലിയാകുന്ന വഴി കാണൂല. അത്രയ്ക്കും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്കിത് ചെറുപ്പഴമാണ് കേട്ടോ വേണ്ടത്. മിക്ക വീട്ടിലും എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ഒരു 5-6 ചെറുപ്പഴം കണ്ട് എടുക്കുക. ചെറുപ്പഴമാണ് ഈ ഒരു സ്നാക്കിന് കൂടുതൽ വേണ്ടത്. അപ്പോൾ നല്ല പഴുത്ത മധുരമുള്ള ചെറുപ്പഴം തന്നെ എടുക്കാൻ നോക്കുക. ഇനി മധുരം കുറച്ച് കുറഞ്ഞാലും നമുക്ക് ശർക്കര പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ നല്ല പഴുത്ത തന്നെ നോക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് പഴതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ ഒരു അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് വേണേൽ അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ശർക്കരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്, പിന്നെ മൈദപ്പൊടി. ഗോതമ്പ് പൊടി മൈദപ്പൊടി ഞാൻ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് റവയാണ് കേട്ടോ. റവ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പഴമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പഴം കൂടുതലുണ്ടെങ്കിലേ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളമില്ലാതെ ഇതുപോലെ ഇങ്ങോട്ട് നല്ല ഒരു എന്താ പറയുക ബാറ്ററായി കിട്ടുള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇതുപോലെ നമ്മളിങ്ങനെ മാവ് ഇട്ട് നോക്കുമ്പോൾ വിട്ട് പോരുന്ന രീതിയിലൊരു ബാറ്റർ ആയിരിക്കണം. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. സ്പൂൺ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നുള്ളിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ പൊരിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പുറമെ പെട്ടെന്ന് ബ്രൗൺ കളർ ആവും ചെയ്യും, ഉള്ളു വേവില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സംഭവം അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചെറുപ്പഴം വെച്ചിട്ട് അധികം ജ്യൂസ് ഷേക്ക് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ സ്നാക്ക് പൊതുവെ കുറവാണ് ഈ ചെറുപ്പഴം വെച്ചിട്ട്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ചെറുപ്പഴം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മോളെപ്പോഴും പറയും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കല്ലേ മെച്ചി. അത്രയ്ക്കും ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ആക്കാത്തവർ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇതിൽ ചേർത്ത റവ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റവ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യണം. റവ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ഓയിലി സ്നാക്കായിട്ട് മാറും. അപ്പോൾ എനിക്കിതിനെ പറ്റി ഇത്രക്ക് തന്നെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. പിന്നെന്താ, ഇതുപോലെയുള്ള ഈസി റെസിപ്പീസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് കൂടി കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ്, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ, ടാറ്റാ, ബൈ.